ഇതുവരെ എത്തുവാൻ നീ മാത്രമേ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമേ യേശുവേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമേ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമേ യേശുവേ. എൽ ശദ്ദായ് കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എൽ ശദ്ദായ് കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എബനേസരൻ ദൈവമേ, എന്റെ കരങ്ങളിൽ വഹിച്ചവനേ. എബനേസരൻ ദൈവമേ, എന്റെ കരങ്ങളിൽ വഹിച്ചവനേ. കഴിവല്ല കൃപയാണേ, വനമല്ല ദയാണേ. കഴിവല്ല കൃപയാണേ, വനമല്ല ദയാണേ. നമ്മുടെ കഴിവിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ ഒരിക്കലും ദൈവത്തിൽ നിന്ന് നമ്മൾ ഒരു നന്മയും അനുഭവിക്കും. അതുകൊണ്ട് തിമോഥെയോസിനോട് പൗലോസ് തന്റെ ആ നിര്യാണ കാലങ്ങളിൽ തിമോഥെയോസിനോട് പറയുന്ന ഒരു കാര്യമാണ്. ഒന്ന് തിമോഥെയോസ് അതിന്റെ 2:1 മുതൽ വായിച്ചു. എന്റെ മകനെ, 2 തിമോഥെയോസ് 2:1. എന്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഇവിടെ പോയി എന്റെ മകനെ, തന്റെ ഹൃദയപ്രകാരമുള്ള തന്റെ ആത്മീയ പുത്രനായ തിമോഥെയോസിനോട്, ഹല്ലേലൂയ, ഇവിടെ പൗലോസ് പറയുന്നത് എന്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുവിൻ. കാരണം നിന്റെ യോഗ്യത നോക്കിയ നിന്റെ കഴിവിലാണ് നിനക്ക് ആശ്രയിക്കുന്നതെങ്കിൽ ഒരിക്കലും നിനക്ക് ദൈവപ്രവൃത്തി കാണാൻ പറ്റത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്കുള്ള ഒരു വളർച്ച നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഇവിടെ പറയുക, ഹല്ലേലൂയ, മകനെ നീ ആ ദൈവകൃപയിൽ ശക്തിപ്പെടുക. ആ ദൈവകൃപയിൽ, ആ കർത്താവിന്റെ കൃപയിൽ നീ ഒന്ന് ആശ്രയിച്ച്, അങ്ങനെയെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വളർച്ച നിനക്കുണ്ടാകും. ഇനി ഞാൻ പ്രിയപ്പെട്ടവരോട് പറയാം, നമ്മുടെ കഴിവ് നോക്കിയാൽ ഒരിക്കലും നമുക്ക് ദൈവ സന്നിധിയിൽ വരുവാൻ യാതൊരു യോഗ്യതയില്ല. എന്നാൽ കൃപയിൽ ആശ്രയിച്ചാൽ ഹല്ലേലൂയ, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വളർച്ച നമുക്കുണ്ടാകും. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതല്ല, മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥനായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതല്ല, മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥനായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി. അടുത്ത നിങ്ങൾ കരകർത്ത് പറഞ്ഞേ, നാം ക്രിസ്തുയേശുവിന്റെ നല്ലൊരു ഭടനായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങ് ചെല്ലുമ്പോൾ എന്റെ നല്ലവനും വിശ്വസ്തനെന്നുള്ള ആ ദാസനെ നമ്മൾ വിലയിരുത്തണം. ഹല്ലേലൂയ. അവർ എങ്ങനെയെങ്കിലും അല്ല, ഞാൻ പറയാം, ഇവിടെ ഏറ്റവും നല്ല പോർ പൊരുതി, അതാ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, എന്റെ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം കാത്തു. എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ നല്ല പോർ പൊരുതിയെന്ന്? പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, എന്റെ ആ നല്ല പോർ പൊരുതുമ്പോഴെല്ലാം ഞാൻ എന്റെ വിശ്വാസം കാത്തു. ഹല്ലേലൂയ. ഇനി എനിക്ക് നീതിയുടെ കിരീടം. ഇവിടെ പറയാ ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. പടചേർത്തവനെ പ്രസാദിപ്പിക്കാൻ യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടരുതെന്നല്ല അതിന്റെ യഥാർത്ഥ അർത്ഥം. കുടുക്കി പോകരുത്.
നമുക്ക് ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു അപ്പനാണോ അപ്പൻ്റെതായ മുഴുവൻ കാര്യങ്ങളും ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു മകനാണോ മകൻ്റെതായ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു നല്ല ഭർത്താവാണോ ആ ഭർത്താവിന്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു നല്ല ഭാര്യയാണോ ആ ഭാര്യയുടെ മുഴുവൻ കർത്തവ്യവും നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ കർത്തവുമായിട്ടുള്ള ബന്ധത്തിൽ അത് ചെയ്യരുതെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ അതിൽ കുടുങ്ങിപ്പോകരുത്. പടചേർത്തവനെ പ്രസാദിക്കാൻ യാതൊരു പടയാളികളും ജീവന കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. അതിനാണ് പറഞ്ഞത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. ചിലവരെ എവിടെയാ ആള് കേൾക്കുമ്പോൾ നമുക്കറിയാം. ഹല്ലേലൂയ. ബ്രദറെ, എനിക്കിപ്പോ കുറച്ച് സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, നിനക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതിനപ്പുറം തരാൻ എന്റെ കർത്താവ് എല്ലാം മതിയായവനാ. അതിന് വിശ്വസ്തനാണോ? കർത്താവിന് വേണ്ടി നീ റെഡിയാണോ? ഏത് സമയത്തും അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നീ റെഡിയാണോ? ഞാൻ പറയാം, സാമ്പത്തികമാണോ? നിന്റെ സ്വർഗത്തിലെ സകല യാത്രീയ അനുഗ്രഹത്താലും എന്റെ കർത്താവ് നിന്നെ നിറയ്ക്കും. നിനക്ക് വേണ്ടെന്ന് പറയുന്ന തരത്തിൽ എന്റെ കർത്താവ് നിന്നെ നിറയ്ക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ഒരു പദ്ധതിയാ സമ്പന്നതയിൽ നമുക്ക്. നീ കൂട്ടുകാരൻ ഫലമായി നിങ്ങൾ നിറയ്ക്കുമെന്ന് പറഞ്ഞാൽ എന്റെ കർത്താവ് നിറച്ചിരിക്കും. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ കാൽവരിയിൽ ദരിദ്രനായത് നിങ്ങളും ഞാനും സമ്പന്നരാകാനാണ്. ഹല്ലേലൂയ. രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുമോ? ഈ ദൈവവചനത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നീ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കും. ഇതിനകത്തുള്ള ചിലര് അല്ലെങ്കിൽ വെള്ളി ചർച്ചയിൽ ചിലര് രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്ന നിലയിൽ നിന്റെ സാമ്പത്തിക അവസ്ഥയെ കർത്താവ് മാനിക്കാൻ കഴിയും. നിന്നെ ഉയർത്തി അത്ഭുതമാക്കി എന്റെ കർത്താവ് ഇന്ന് പലരും മാനിക്കാൻ മതിയേ. നമ്മള് സാമ്പത്തികത്തിലേക്ക് നോക്കണ്ട പ്രിയപ്പെട്ടത്. വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. നമ്മളെ ഉയർത്തും, നമ്മളെ മാനിക്കും, നമുക്ക് വേണ്ടിയത് മുഴുവനും. ഞാൻ പറയാം, ഇതിനകത്ത് ഇരിക്കുന്ന നിങ്ങളുടെ തലമുറകൾ രാജ്യങ്ങൾ അറിയപ്പെടുന്ന തലമുറകളാണ് കർത്താവ് മാനിക്കും. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ക്രിസ്തുവേശുവിലുള്ള വാക്ക് പറഞ്ഞ ദൈവം ഒരിക്കലും ഹല്ലേലൂയ തന്റെ വാക്ക് മാറത്തില്ല. എന്നാൽ നമ്മുടെ നോട്ടം ഹല്ലേലൂയ ക്രിസ്തുവിലായിരിക്കണം. ഹല്ലേലൂയ. പടചേർത്തവനെ പ്രസാദിപ്പിക്കാൻ ഒരു വ്യക്തി ജീവനകാര്യങ്ങളിൽ ഒഴുകി പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ള ആരുടെ എടുത്താം? അയൽ വീട്ടില് ദാമോദരന്റെ എടുത്താണോ? അങ്ങനെ ഇല്ലല്ലോ. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ചെട്ടകെട്ടങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയുടെ മക്കളെ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ നയനാച്ചായൻ. അച്ചായൻ എന്ത് വിഷയമുണ്ടായാലും ഇതുപോലെ അദ്ദേഹം അറിയപ്പെടുന്ന പ്രാർത്ഥന വീരുന്ന ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ താൻ മണിക്കൂറോളം ദൈവസന്നിധിയിൽ ഒരേ ഇരിപ്പിരിക്കും. ഹല്ലേലൂയ. ചർച്ചാക്കുന്നതിന് ഒരു വിഷയം ഉണ്ടാകണമെങ്കിൽ നേരെ ഒരു മനുഷ്യരുടെ ഒന്നും പറയത്തില്ല. നേരെ പോയിട്ട് വീട്ടിൽ പോയ പ്രായത്തെ കിട്ടിട്ട് ആ പ്രായം വരുന്നിട്ട് ഇങ്ങനെ ആ വിഷയമുണ്ടാക്കിയ പിശാചെ എന്റെ മുമ്പിലേക്ക് വാക്ക് പറയും, വിളിച്ചു കൊടുക്കും. അതുകൊണ്ട് വിട്ടുകൊള്ളാൻ പറയും. ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. ആ ചായയോട് ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിനെ ഓർത്ത് ഭർത്താവ് നന്ദി പറയുന്നു. ഞങ്ങൾ പോയി മലയോട് ആ ചായയോട് ഇരുന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ഈ ഞാൻ പറയുന്ന വെളിപ്പാടും ഞാൻ പറയുന്ന ആ വെളിപ്പാടിന്റെ അർത്ഥങ്ങളൊക്കെ അച്ചായൻ പഠിപ്പിച്ചു തന്നു, പറഞ്ഞു തന്നാണ്. ഇതുപോലെ ഓരോ കാണുന്ന ഓരോ കാര്യങ്ങളുടെയും അർത്ഥങ്ങളാണ് അച്ചായൻ ചോദിച്ചത് വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മൾ കാണുന്നതല്ല യഥാർത്ഥ വെളിപ്പാടിന്റെ അർത്ഥം. ഹല്ലേലൂയ. അതുപോലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. ഒരു അവിശ്വാസവും പറയത്തില്ല, വിശ്വാസം മാത്രമേ പറയത്തുള്ളൂ. ഹല്ലേലൂയ. അതുപോലെ വചനത്തിലിരിക്കുന്ന, വചനത്തിൽ ധ്യാനിക്കുന്ന, കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യരായിരുന്നു ഞാൻ.
പ്രിയപ്പെട്ടവരെ, അതുപോലെ മുട്ടുമേലിരിക്കാൻ തയ്യാറാണോ? നമ്മുടെ അവസ്ഥ മാറും, ഈ സഭയുടെ അവസ്ഥ മാറും, നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ മാറും. നമുക്ക് ആരോടും വിരോധമില്ല, നമുക്ക് ഒരു വ്യക്തിയും നമുക്ക് ശത്രുവില്ല. നമുക്ക് ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വെറുപ്പുണ്ടാകാം. ആ വ്യക്തിയെ കൊണ്ട് വേണ്ടാത്തത് പറയിക്കുന്ന പിശാചിനോട് നമുക്ക് വെറുപ്പുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടാണ്. അതുകൊണ്ടാണ് പൗലോസപ്പോസ്തലൻ കൊരിന്ത്യരുടെ ലേഖനം വായിക്കുമ്പോൾ 1 Corinthians 10-ാം അധ്യായം അതിന്റെ 3 മുതൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചോദിച്ചു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ലെന്ന് പറയാൻ കാരണം ഹല്ലേലൂയ, വ്യക്തികളല്ല നമുക്ക് ശത്രു. ഹല്ലേലൂയ, ആ വ്യക്തിയുടെ അകത്ത് കയറി നിന്ന് ആ വ്യക്തിയെ നമുക്കെതിരെ തിരിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിന്റെ സ്പിരിറ്റിന്റെ പേരാ പിശാച്. ഹല്ലേലൂയ, വ്യക്തികൾ എപ്പോഴും നമുക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ട് ദൈവം നിന്റെ കൂട്ട സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കും? അപ്പൊ വ്യക്തികളല്ല നമുക്ക് വിരോധം. ആ വ്യക്തിയുടെ അകത്ത് കയറി നിന്ന് നമുക്കെതിരെ പറയുന്ന, നമുക്കെതിരെ തിരിക്കുന്ന, നമുക്കെതിരെ വേണ്ടാത്തത് പറയുന്ന ആ പിശാചിനെ നമ്മൾ ശാസിക്കണം. ആ വ്യക്തിയെ ചേർത്ത് വയ്ക്കണം. ആ വ്യക്തി നമുക്ക് അനുഗ്രഹമാകും. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടും. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ലെന്ന് പറയാൻ കാരണം ഹല്ലേലൂയ, ആ വ്യക്തിയല്ല നമുക്ക് വിരോധം, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പിശാച്. ഹല്ലേലൂയ. ഉടനെ അതിന്റെ 4-ാം വാക്യം ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ തന്നെ. ഇവ ദൈവസന്നിധിയിൽ ഞാൻ പറയാം, കീഴ്പ്പെടുന്ന ഒരു വ്യക്തി, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തി, ഏതൊക്കെ പിശാചിന്റെ കോട്ട വന്നാലും ഹല്ലേലൂയ അത് നിഷ്പ്രയാസം തകർക്കും. ഹല്ലേലൂയ. ഞാൻ പറയാം, നിനക്കെതിരെ പിശാച് ഏതെല്ലാം കോട്ട കെട്ടിക്കോട്ടെ, നിനക്കെതിരെ പിശാച് എന്തെല്ലാം കൊണ്ടുവന്നോട്ടെ, എന്നാൽ മുട്ടുന്നതിരിക്കുന്ന വ്യക്തിയാണോ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, നിനക്ക് ഇതൊന്നും ഏക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ പറയാം, ദൈവമക്കളെ എവിടെ ആർത്തിട്ടാൽ അവിടെ ഏത് അടിസ്ഥാനവും വിളകും. ഇന്ന് മുതൽ അന്യഭാഷയുടെ പ്രിയപ്പെട്ടവരെ, നീ അന്യഭാഷയിൽ കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ ചില അടിസ്ഥാനങ്ങൾ വിളകും. ഇന്ന് മുതലും കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന, കർത്താവിന്റെ കൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, നിന്റെ ജീവിതത്തിൽ വഴി തുറക്കും. ഒരു തടസ്സവും നിനക്ക് വരത്തില്ല, ഒരു ഹാനിയും നിനക്ക് വരത്തില്ല. നിന്റെ ജീവിതത്തിൽ നിന്റെ വശത്ത് 1000-ഉം നിന്റെ മനസ്സ് 10,000-ഉം ഒന്നും നിന്റെ തൊടുത്തല കാരണമല്ല. നിന്റെ താങ്ങുന്ന ഒരു കരമുണ്ട്, നിന്റെ ഉയർത്തുന്ന ഒരു കരമുണ്ട്, നിന്നെ നാമിക്കുന്ന ഒരു കരമുണ്ട്. ആ നാമത്തിനെ വിളിച്ചു പറഞ്ഞേ യേശു. നിങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും നിങ്ങൾ ജഡപ്രകാരം പോലും നിങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങൾ. പിന്നെ പിശാചിന്റെ തന്ത്രം എന്താ? പിന്നെ പിശാച് എങ്ങനെയാ ജയിക്കുന്നത്? അതിന്റെ 5-ാമത്തെ വാക്യം വായിച്ചു. അവയാൽ ഞങ്ങളുടെ സങ്കല്പങ്ങളും പിശാച് നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത സങ്കല്പങ്ങൾ കൊണ്ടേടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന, ഞാൻ ഈ പറഞ്ഞു വന്നത് അല്ലെങ്കിൽ വലിയൊരു സബ്ജക്റ്റാണ്. എവിടെയാണ് നമുക്ക് സ്വാഭാവിക വർഗം വേണ്ടത്? പിശാചിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ തകർക്കുന്ന 3 മേഖലയുണ്ട്. ഒന്ന്, നമ്മളതിന്റെ 5:22 വായിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയം, കുടുംബ വിഷയം, കുടുംബ കാര്യത്തിലാണ് പിശാച് ഏറ്റവും കൂടുതൽ തകർത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് പിശാച് ഇടപെടുന്ന മറ്റൊരു മേഖലയുണ്ട്. അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോ, ഇവരുടെ 6:1 മുതൽ വായിക്കുമ്പോ, മക്കളെ നിങ്ങൾ അപ്പൻ അമ്മമാരെ കർത്താവിനനുസരിച്ച് നിങ്ങൾ അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പോരാട്ടം അടിക്കുന്നത്, നമ്മൾ എവിടെയാണ് ജയിക്കേണ്ടത്, നമ്മൾ ജയിക്കേണ്ട 3 മേഖലയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ താഴോട്ട് വരുമ്പോൾ 6:5 മുതൽ വായിക്കുമ്പോൾ അവിടെ ദാസന്മാരും യജമാനും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ വിളിക്കുന്ന മുഴുവൻ പേരും മിക്കവരും ജോലിക്കാരാ. അതിന്റെ ആ വ്യക്തിയെ നിങ്ങൾ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് നന്മയായി മാറുന്നത്.
ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കും. പക്ഷെ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിക്കേ, ആ വ്യക്തി നിങ്ങൾക്ക് അനുഗ്രഹമാക്കി ദൈവം മാറ്റി. ഈ 3 മേഖലകളാണ് പിശാചിനെ ഏറ്റവും കൂടുതൽ തകർത്തോണ്ടിരിക്കുന്നത്. ഒന്നേതൊക്കെ ഭാര്യ ഭർത്തൃ ബന്ധം, 2 അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, 3 ഹല്ലേലൂയ ജോലി സംബന്ധമായ യജമാനും ദാസന്മാരും തമ്മിലുള്ള ബന്ധം. ഹല്ലേലൂയ എവിടെയാണ് നമുക്ക് ജയിക്കേണ്ടത്? ഈ മേഖലയിൽ 3 നമ്മൾ ജയിച്ചാൽ നമുക്ക് സകലത്തെയും ജയിക്കാൻ പറ്റും. ഒടുവിൽ കർത്താവിനും അവന്റെ അമിതബലത്തിനും ശക്തിപ്പെടുമെന്ന് പറഞ്ഞാൽ ഇനി വേറൊരു മാർഗമില്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഒടുവിൽ അവസാന നിമിഷത്തിൽ, അന്ത്യകാലത്തിന്റെ അന്ത്യ നിമിഷത്തിലാണ് നിൽക്കുന്നത്. ഇനി വേറൊരു ഓപ്ഷൻ ഇല്ല നമ്മുടെ ജീവിതത്തിൽ. ഒടുവിൽ ഈ 140 വാക്യങ്ങളുടെ അവസാനമൊന്നും നമുക്ക് ചിന്തിക്കാം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ക്രമീകരിക്കണം. എത്ര പേര് റെഡിയാണ്? അങ്ങനെയെങ്കിൽ ആ ദിവസത്തിൽ